ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക്ക് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് വീഡിയോസിൽ ഫങ്ഷൻസിനെ കുറിച്ച് പഠിച്ചു. ഫങ്ഷൻസിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷനുകളെ കുറിച്ച് നമുക്ക് മനസ്സിലായി. ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷനും രണ്ടാമത്തതാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷനും. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്താണ്, C++ കമ്പൈലറിൻ്റെ ഉള്ളിൽ ഓൾറെഡി റിട്ടേൺ ചെയ്ത് കമ്പൈൽ ചെയ്ത് റെഡി ടു യൂസ് ആക്കി വെച്ചിരിക്കുന്ന പ്രോഗ്രാംസിനെയാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അത് ഓരോ ടൈപ്പ് ഫങ്ഷൻസും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഹെഡർ ഫയലിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ എന്തിൻ്റെ സ്പെസിഫിക് യൂസാണ് വരുന്നത് എങ്കിൽ അത് ആ ഫങ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്താൽ മതി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്നാണ്. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കും യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത്. യൂസർ എന്ന് പറയുന്നത് പ്രോഗ്രാമറാണ്. പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടി എഴുതുന്ന പെർട്ടിക്കുലർ ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തിനാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എഴുതണേന്ന്. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എഴുതുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തിൽ പഠിച്ചു എന്തെന്നാണ്, നമ്മളെല്ലാ C++ പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും ഇൻഡിമെയിൻ്റെ ഉള്ളിലാണ് എഴുതുന്നത്. ചെറിയ പ്രോഗ്രാം ആണെങ്കിൽ അതിന് നമുക്ക് പ്രശ്നമല്ല. പക്ഷേ വലിയൊരു പ്രോഗ്രാം ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1000 ലൈൻസ് വരുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ അതെന്ത് ഇൻക്രീസ് ചെയ്യും, പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യും. അതുപോലെ ആ പ്രോഗ്രാം ഹാൻഡിൽ ചെയ്യുന്നതിനും വളരെയധികം ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രോഗ്രാമേഴ്സ് കുറച്ച് കോംപ്ലക്സിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയും ആണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ നമുക്ക് ഓരോ പർട്ടിക്കുലർ യൂസേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ്റെ സിൻടാക്സ് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. എന്താണ് ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ് എല്ലാവരും. ഏത്, ഇൻഡിമെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. എന്താണ് ഇൻഡിമെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പ്രത്യേകത? C++ പ്രോഗ്രാമിൽ കമ്പൽസറി ആയിട്ട് വേണ്ട ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡിമെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ആ ഇൻഡിമെയിൻ ഫംഗ്ഷനെ കുറിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഇൻഡ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ, ഇൻഡിമെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനിലെ ഇൻഡ് എന്ന് പറയുന്ന ആ ചെറിയ പോർഷൻ, അതിന് പറയുന്ന പേരാണ് നമ്മൾ എന്തെന്ന്, റിട്ടേൺ ടൈപ്പ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പാണ്. റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ദ ഡാറ്റ ടൈപ്പ് ഓഫ് C++. നമ്മൾ C++ൽ 5 പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്സുകൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ക്യാർ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. ഇതിലേതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് നമുക്ക് ഈ ഫംഗ്ഷൻ്റെ മുമ്പിൽ എഴുതാം. അങ്ങനെ ഫംഗ്ഷൻ്റെ മുമ്പിൽ എഴുതുന്ന ഈ ഡാറ്റ ടൈപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ റിട്ടേൺ ടൈപ്പ് നമ്മൾ വെറുതെ എഴുതുന്നതല്ല. എന്തിനെ കുറിച്ചിട്ട് ചെയ്തിട്ടാണ്, ആ ഫംഗ്ഷനിൽ എന്ത് തരം വാല്യൂ ആയിരിക്കും നമ്മൾ കണ്ടുപിടിച്ച് റിട്ടേൺ ചെയ്യുന്നത്, ആ കണ്ടുപിടിക്കുന്ന ഉത്തരത്തിൻ്റെ ഡാറ്റ ടൈപ്പ് ആയിരിക്കണം നമ്മൾ ഈ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പായിട്ട് പറയേണ്ടത്. നമുക്ക് എക്സാമ്പിളുകൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത്രയും ആലോചിച്ചാൽ മതി, ആ ഫംഗ്ഷൻ ചെയ്തിട്ട് കിട്ടുന്ന ഉത്തരത്തിൻ്റെ ഡാറ്റ ടൈപ്പ് ആയിരിക്കണം ഈ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പായിട്ട് എഴുതുന്നത്. ഒരു ഫംഗ്ഷൻ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉത്തരം കിട്ടും. ആ ഉത്തരം ഈ 5 C++ ഡാറ്റ ടൈപ്പിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഡാറ്റ ആയിരിക്കും. ആ പെർട്ടിക്കുലർ ടൈപ്പ് ഡാറ്റയുടെ ഡാറ്റ ടൈപ്പ് ആയിരിക്കണം എന്തായിട്ട് നമ്മൾ എഴുതേണ്ടത്, റിട്ടേൺ ടൈപ്പായിട്ട് എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് പോർഷൻ എടുക്കുമ്പോൾ മെയിൻ എന്ന് കാണും. മെയിൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ്റെ പേരാണ്. മെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഫംഗ്ഷൻ്റെ പേര്. അവിടെ നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടെ നമ്മൾ ഇൻഡിമെയിൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളൂ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം, മെയിൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടിട്ടുണ്ടാവും 2 റൗണ്ട് ബ്രാക്കറ്റ്സ്. ആ റൗണ്ട് ബ്രാക്കറ്റ്സിന് നമ്മൾ പറയുന്നത് ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ റൗണ്ട് ബ്രാക്കറ്റുകൾ എഴുതുന്നത്. അതുപോലെ മെയിൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏതിടുന്നത്, ഈ റൗണ്ട് ബ്രാക്കറ്റ് ഇടുന്നത്.
അതിനുശേഷം നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു ഓപ്പണിംഗ് കേളി ബ്രേസസ്. ഓപ്പണിംഗ് കേളി ബ്രേസസ് എന്ന് പറയുന്നത് എഴുതുന്നത് ആ ഫംഗ്ഷൻ്റെ ബോഡി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ആ കേളി ബ്രേസസിന് ശേഷം നമുക്ക് പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെൻറ്റ് C++ൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ അതിൻ്റെ ഉള്ളിൽ എഴുതാം. അതിനുശേഷം കേളി ബ്രേസസ് ക്ലോസ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം ആ ഫംഗ്ഷൻ അവിടെ തീരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നോക്കുക, ടീച്ചർ കാണിച്ചു തരാം ലാപ്ടോപ്പിൽ. ഇതിൽ ഇൻഡ് എന്ന് പറയുന്നത് കണ്ടോ, ഇൻഡ് മെയിൻ ഫംഗ്ഷൻ്റെ ഇൻഡ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് മെയിൻ എന്ന് പറയുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം ഒരു റൗണ്ട് ബ്രാക്കറ്റ് ഇടുന്നു എന്ന് ടീച്ചർ പറഞ്ഞു. ആ റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ള പ്ലേസ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, ഇൻഡ് എ കോമ ഇൻഡ് ബി. അതായത് ഇങ്ങനെ നമുക്ക് എത്ര വേരിയബിൾസിനെ വേണമെങ്കിലും അവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഇനി അതിന് ശേഷം ഒരു ഓപ്പണിംഗ് കേളി ബ്രേസസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം ബോഡി ഓഫ് ദ ഫംഗ്ഷൻ ആരംഭിക്കാൻ പോവുകയാണെന്നാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര C++ സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെങ്കിലും എഴുതാം. C++ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ എത്ര എണ്ണം വേണമെങ്കിലും അവിടെ നമുക്ക് എഴുതാം. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ബോഡി ഓഫ് ദ ഈ ഫംഗ്ഷൻ്റെ തീർന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെന്ന് എഴുതുന്നു, കേളി ബ്രേസസ് ക്ലോസ് ചെയ്യുന്നു. ഇത് C++ൽ വേണ്ട കമ്പൽസറി ഫംഗ്ഷനാണ്. ഇതില്ലാതെ ഒരു C++ പ്രോഗ്രാമും വർക്ക് ചെയ്യില്ല. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് ടീച്ചർ പറഞ്ഞത്, ഇപ്പോൾ 1000 വരിയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ ഒരുപാട് കോംപ്ലക്സിറ്റി വരും. അപ്പോൾ ആ കോംപ്ലക്സിറ്റി ഒഴിവാക്കാൻ വേണ്ടി നമുക്കിതിലത്തെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സുകളെ ഗ്രൂപ്പ് ചെയ്ത് അതിനൊരു ഫംഗ്ഷൻ്റെ പേര് കൊടുത്ത് നമുക്ക് എഴുതാം. ആ ഫംഗ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഇൻഡിമെയിൻ്റെ മുകളിൽ എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇൻഡിമെയിൻ്റെ താഴെയും എഴുതാം. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമുക്കറിയാം C++ പ്രോഗ്രാം നമ്മൾ എഴുതുന്നത് ഏറ്റവും ആദ്യത്തെ ലൈൻ ഏതാണ്, ഹാഷ് ഇൻക്ലൂഡ് ലൈനാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാഷ് ഇൻക്ലൂഡ് IOStream എന്ന് എഴുതി IOStream എഴുതിയതിന് ശേഷം നമ്മൾ എന്തെഴുതും, യൂസിങ് നെയിം സ്പേസ് std എന്ന് എഴുതണം. അതിന് ശേഷമാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്, ഇൻഡിമെയിൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. പക്ഷേ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ്റെ പേര് ഈ യൂസിങ് നെയിം സ്പേസിൻ്റെ തൊട്ട് താഴെ എഴുതിയിരിക്കണം. അതായത് കമ്പൈലറോട് നമ്മൾ നിർദ്ദേശിക്കണം എന്തെന്ന്, ഇങ്ങനൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഞാൻ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ പോകുന്നുണ്ടെന്ന്. ഫോർ എക്സാമ്പിൾ ഇറ്റ് ക്യാൻ ബി ലൈക്ക് ദിസ്, void display. ഇനി വേറൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഒന്നും കൂടി നമുക്ക് വേണമെങ്കിൽ എഴുതാം, ഇൻഡ് sum1. പക്ഷെ നമ്മളിത് നിർബന്ധമായും ഇൻഡിമെയിൻ്റെ മുകളിൽ ഇങ്ങനെ 2 യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഞാൻ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കമ്പൈലറെ അറിയിക്കുന്നതിന് വേണ്ടി ഫംഗ്ഷൻ ഡിക്ലറേഷൻ ചെയ്തിരിക്കണം. ഈ 2 ലൈൻസിനെ, ഈ ഫംഗ്ഷൻ്റെ പേര് മുന്നേ തന്നെ ഇൻഡിമെയിൻ്റെ മുമ്പേ തന്നെ ഞാൻ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന് ശേഷം എനിക്ക് ഈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പാർട്ട് എഴുതാം. ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പാർട്ട് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു എക്സാമ്പിൾ നമ്മൾ void display ആണ് ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കാം. എന്ത് ചെയ്യണം, ഈ പോർഷൻ നിങ്ങളൊന്നും ചിന്തിക്കേണ്ട, ഈ പോർഷന് പറയുന്ന പേരാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഫംഗ്ഷൻ ഡിക്ലറേഷൻ അത് തന്നെയാണ് ഈ വരിയിലും ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 ഫംഗ്ഷനെയാണ് ഞാൻ
ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, 2 ഫംഗ്ഷനുകളെ ഡിക്ലെയർ ചെയ്തു. അതായത് 2 ഫംഗ്ഷൻ ഞാൻ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഇനി അടുത്തത് ഞാൻ ഇതിൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷൻ പാർട്ടാണ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ പാർട്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വോയിഡ് ആ ഫംഗ്ഷൻ ഒരിക്കൽ കൂടി എഴുതാം. ഡിസ്പ്ലേ ഫംഗ്ഷൻ്റെ പേര് എഴുതി. ഫംഗ്ഷൻ്റെ പേര് എഴുതുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? വോയിഡ് എന്നാണ്. അതിൻ്റെ അർത്ഥം ഈ ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിച്ച് റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണ് അതിന് അർത്ഥം. അതായത് വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൾ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷനിൽ ഒന്നും ഞാൻ കണ്ടുപിടിക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ അതിനുശേഷം ഇവിടെ റൗണ്ട് ബ്രാക്കറ്റ് ഇട്ടു, ഒരു ആർഗ്യുമെൻസും ഇല്ല. അതിനുശേഷം കേളി ബ്രേസ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഞാൻ സി ഔട്ട് ഹായ് എന്നാണ് എഴുതുന്നത്. ഹായ് എഴുതി കേളി ബ്രേസസ് ക്ലോസ് ചെയ്തു. അപ്പോൾ അതെ, ഇത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഈ പോർഷൻ, ഈ 7th ലൈൻ മുതൽ 10th ലൈൻ വരെയുള്ള ഭാഗത്തിനെയാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഞാൻ ഒരു ഫംഗ്ഷന് പേര് നിർദ്ദേശിക്കണം. ആ പേരാണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അതിൻ്റെ റിട്ടേൺ ടൈപ്പ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിനിവിടെ ഞാൻ വോയിഡ് എന്ന് കൊടുത്തു. ഇത് ഫംഗ്ഷൻ ആണെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി റൗണ്ട് ബ്രാക്കറ്റ് ഇട്ടു. ഇതിലൊരു ആർഗ്യുമെൻസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ആർഗ്യുമെൻറ്റ് ലിസ്റ്റും എഴുതിയില്ല. ഇനി കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു. ഫംഗ്ഷൻ്റെ ബോഡി പാർട്ട് ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഞാൻ എന്തെഴുതി? സി ഔട്ട് ഹായ് എന്നെഴുതി. അതായത് ഹായ് എന്ന് പറയുന്ന ഒരു വാക്കാണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ കേളി ബ്രേസ് ക്ലോസ് ചെയ്തു. അതായത് ഈ ഫംഗ്ഷൻ ഇവിടെ അവസാനിച്ചു എന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ ഈ പോർഷനെ പറയുന്നത്, അതായത് 7th ലൈൻ മുതൽ 10th ലൈൻ വരെയുള്ള ഈ പോർഷനെ പറയുന്നത് എന്താണ്? ഫംഗ്ഷൻ ഡെഫിനിഷൻ പാർട്ട്. ഫംഗ്ഷൻ ഡെഫിനിഷൻ പാർട്ട്. ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ പാർട്ടിൽ ഡിഫറെൻറ്റ് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് ഇവിടെ ആദ്യം ഞാൻ ഫംഗ്ഷന് പേര് കൊടുക്കണ കാര്യം ആലോചിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ ബോഡി പാർട്ട് ആരംഭിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി കേളി ബ്രേസസ് ഇട്ടു. ഇനി എനിക്കിവിടെ എത്ര ലൈൻസ് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ ഒറ്റൊരു ലൈനേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിവിടെ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഈ പോർഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഫംഗ്ഷൻ ഡെഫിനിഷൻ പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ മറ്റൊരു ഫംഗ്ഷനും കൂടിയും ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഏതാണ്? ഇൻഡ് സം വൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൂടിയും ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷൻ പാർട്ടും കൂടിയും ടീച്ചർ എഴുതി കാണിച്ചു തരാം. ഇൻഡ് സം വൺ. ഇൻഡ് സം വൺ. ഇനി എനിക്കിതിൽ വേണമെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് എഴുതാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ എന്ത് കൊടുക്കുന്നു? ഇൻഡ് എ കോമ ഇൻഡ് ബി. റൗണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇൻഡ് സി എന്ന് ഡിക്ലെയർ ചെയ്യാം. സി ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് എഴുതാം. ഇനി റിട്ടേൺ സി എന്ന് കൊടുക്കാം. റിട്ടേൺ സി. അപ്പോൾ ഈ 11th ലൈൻ മുതൽ 15th ലൈൻ വരെയാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പാർട്ട് എഴുതിയിരിക്കുന്നത്. ഇൻഡ് സം വൺ, ഇൻഡ് എ കോമ ഇൻഡ് ബി. അതായത് ഇവിടെ 2 വേരിയബിൾസിൻ്റെ വാല്യൂസ് ഞാൻ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഈ ഇൻഡ് എയും ഇൻഡ് ബിയും എന്ന് പറയുന്ന 2 വേരിയബിൾസ് ഇവിടെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ഞാൻ സിൻ എയും സിൻ ബിയും ചെയ്യുന്നത്. സിൻ എ സിൻ ബി
ഇൻഡിമെയിൻ്റെ ഉള്ളിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ കാൽക്കുലേഷൻ പാർട്ട് ഞാൻ ചെയ്യുന്നത് എവിടെയാണ്? ഇൻഡ് സം1 എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് കാൽക്കുലേഷൻ പാർട്ട് ചെയ്യുന്നത്. കാൽക്കുലേഷൻ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? C = A+B എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ എയ്ക്കും ബിക്കും വാല്യൂ എങ്ങനെ ഇത് ഇവിടേക്ക് എത്തി എന്നുള്ളത്. നമുക്കറിയാം C++ പ്രോഗ്രാം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് മുകളിൽ ഈ ഫംഗ്ഷനുകൾ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഇവിടെയല്ല എക്സിക്യൂഷൻ ആദ്യം നടക്കുക. ഒരു C++ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഈ 2 വരികൾ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കമ്പൈലർ പിന്നെ വായിക്കാൻ ശ്രമിക്കുന്നത് ഫംഗ്ഷൻ ഡിക്ലറേഷനുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ആ രണ്ട് ലൈൻ വായിക്കും. അതിനുശേഷം ഉടനെ തന്നെ എക്സിക്യൂഷൻ പോകുന്നത് സാധാരണ ഇൻഡിമെയിനിലേക്കാണ്. ഇൻഡിമെയിനിൻ്റെ ഉള്ളിലത്തെ എല്ലാ കാര്യങ്ങൾക്കും ശേഷം മാത്രമേ എവിടേക്ക് പോവുകയുള്ളൂ? ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് പോവുകയുള്ളൂ. ഇനി ഇൻഡിമെയിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഈ 2 പെർട്ടിക്കുലർ ഫംഗ്ഷനുകളെയും വിളിച്ചെങ്കിൽ മാത്രമേ ഈ പോർഷൻ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. വിളിക്കുക എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഈ 2 ഫംഗ്ഷനുകളും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഫംഗ്ഷനുകളാണ്. ഇതിന് ഇൻഡിമെയിനായിട്ട് കണക്ഷൻ ഇല്ല. കാരണം C++ കമ്പൈലർ ഇൻഡിമെയിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈൻ തൊട്ടിട്ട് അവസാനം വരെമേ വായിക്കുകയുള്ളൂ. ഇനി എനിക്ക് ഈ 2 ഫംഗ്ഷനുകളും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നിർബന്ധമായി ഞാൻ അതിനെ എവിടെ നിന്ന് കോൾ ചെയ്യണം? ഇൻഡിമെയിൻ്റെ ഉള്ളിൽ നിന്ന് വിളിക്കണം. വിളിക്കാൻ വേണ്ടി ഞാൻ ചെയ്യേണ്ട ഒരു ആവശ്യം എത്ര മാത്രമുള്ളൂ? എനിക്ക് ഈ ഫംഗ്ഷൻ ആദ്യം വിളിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഈ ഫംഗ്ഷൻ്റെ പേര് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ എഴുതിയാൽ മതി. അതിനെ കോൾ ചെയ്യും. ഡിസ്പ്ലേ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ C++ കമ്പൈലർ ഏറ്റവും ആദ്യം ഈ വരി വന്ന് വായിക്കും, ഇൻഡിമെയിൻ എന്ന് വായിക്കും. അത് കഴിഞ്ഞാൽ കേർലി ബ്രേസ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഡിസ്പ്ലേ എന്ന് കാണുന്നു. അപ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കുക എന്നാണ് ഇതിന് മനസ്സിലാക്കുന്നത്. ഫംഗ്ഷൻ കോളിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. ഫംഗ്ഷനെ വിളിക്കുക എന്നാണ്. അപ്പോൾ ഇത് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലൈൻ വായിച്ചു കഴിഞ്ഞാൽ ഉടനെ ഡിസ്പ്ലേ എവിടെയാണ് എന്ന് അന്വേഷിച്ച് നമ്മുടെ കമ്പൈലർ പോകും. അതിനുശേഷം കമ്പൈലർ ഇവിടെ എത്തും. അപ്പോൾ വോയിഡ് ഡിസ്പ്ലേ എന്ന് കാണും. വോയിഡ് ഡിസ്പ്ലേ എന്ന് കാണുമ്പോൾ അതിൻ്റെ അടുത്ത വരി വായിക്കും. അപ്പോൾ ഹായ് എന്നാണ്. അപ്പോൾ ഹായ് എന്ന് പ്രിന്റ് ചെയ്യും. അത് ഞാൻ കേർലി ബ്രേസസ് ക്ലോസ് ചെയ്താണ് കാണുമ്പോൾ എന്ത് മനസ്സിലാവും? കമ്പൈലർക്ക് ആ ഫംഗ്ഷൻ അവിടെ തീർന്നു എന്ന് മനസ്സിലാവും. ഉടനെ തന്നെ കമ്പൈലർ എവിടേക്ക് തിരിച്ചു പോകുന്നു? ഈ ലൈനിലേക്ക് തിരിച്ചു പോകുന്നു. അതായത് ഫംഗ്ഷനെ വിളിച്ച സ്ഥലത്തേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം അടുത്ത 2 ലൈൻസും എക്സിക്യൂട്ട് ചെയ്യുന്നു. അടുത്ത 2 ലൈൻസിൽ എന്താണ് പറയുന്നത്? സീൻ എ എന്നാണ് പറയുന്നത്. അപ്പോൾ എക്ക് ഒരു വാല്യൂ കിട്ടി. എക്ക് ഇപ്പോൾ ഞാൻ 10 എന്ന് കീബോർഡിൽ കൂടെ അടിച്ചു. സീൻ ബി എന്ന് ചെയ്യുമ്പോൾ രണ്ടാമത്തെ വാല്യൂ ഞാൻ എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്കും ബിക്കും വാല്യൂ കിട്ടി. ഇനി എനിക്ക് ഇവിടെ കാൽക്കുലേഷൻ പാർട്ട് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ എന്താണ് ചെയ്യുന്നത്? C = A+B എന്നുള്ളത് ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ സം1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ പോർഷൻ ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സം1 എന്ന് പറയുന്ന ഫംഗ്ഷനെ എവിടെ നിന്ന് വിളിക്കണം? മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് വിളിക്കണം. അപ്പോൾ വിളിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സം1 എന്ന ഫംഗ്ഷൻ്റെ പേര് എഴുതി. ഇനി എന്ത് വാല്യൂസ് ആണ് എനിക്ക് ഇവിടേക്ക് കൊടുത്തു വിടേണ്ടത്? A, B. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ A, B എന്ന് എഴുതി. അപ്പോൾ സം1 എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കുന്നതോടൊപ്പം എക്കും ബിക്കും ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂസും കൂടി പാസ് ചെയ്യുന്നു. അതായത് ഫംഗ്ഷനെ വിളിക്കുന്നതോടൊപ്പം എക്കും ബിക്കും വാല്യൂസ് ഉണ്ടെങ്കിൽ അതും കൊണ്ടാണ് ഞാൻ കമ്പൈലർ എവിടേക്ക് പോകുന്നത്? ഇവിടേക്ക് പോകുന്നത്. അതിനുശേഷം എക്കും ബിക്കും ഇവിടെ 10 എന്നും 5 എന്നും അത് ഓൾറെഡി വാല്യൂ കൊടുത്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. സി എന്ന് പറയുന്ന മറ്റൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. C = A+B എന്ന് ചെയ്തു. 10 + 5 ചെയ്തു. 15 എന്നുള്ളത് ഏതിൽ ഇപ്പോൾ സ്റ്റോർ ചെയ്തു? സിയിൽ സ്റ്റോർ ചെയ്തു. ആ സീനെ ഞാൻ എന്ത് ചെയ്യുന്നു? റിട്ടേൺ C എന്നാണ് പറയുന്നത്. അതായത് 15 എന്നുള്ള വാല്യൂ ആണ് എനിക്കിവിടെ കണ്ടുപിടിച്ചത്. അതായത് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കണ്ടുപിടിച്ച് ഞാൻ ഈ വാല്യൂവിനെ എവിടേക്ക് തിരിച്ചു വിടണം? എനിക്ക് ഇൻഡിമെയിനിലേക്ക് തിരിച്ചു വിടണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? റിട്ടേൺ C എന്ന് പറയുന്നു. C എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് എനിക്കിവിടെ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് എന്ത് കൊടുത്തത്? ഇൻറ്റ് കൊടുത്തത്. അപ്പോൾ അതായത് ഈ ഫംഗ്ഷൻ്റെ കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ സീൻ എ ചെയ്തു. അപ്പോൾ എക്ക് വാല്യൂ കിട്ടി. അതായത് കീബോർഡിൽ കൂടെ ഞാനിപ്പോൾ 10 എന്നും 5 എന്നും എൻ്റർ ചെയ്തു.
അത് ഞാൻ സം1 എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. കോൾ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഈ വാല്യൂ 10,5 എന്നുള്ള വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ കിട്ടുന്ന ആൻസർ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് എസ് ഈക്വൽ ടു സം1 എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചത്. അതാണ് ഈ ലൈൻ കണ്ട ഫംഗ്ഷൻ കോളിംഗ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ലൈൻ കമ്പൈലർ വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സം1 എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് കമ്പൈലർ പോകും. അതിനുശേഷം ഇൻറ്റ് സം1 ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി ആണ്. അപ്പോൾ ഈ എയുടെ അവിടെ ഒരു വാല്യൂ കിട്ടി, നമുക്ക് ബിയുടെ അവിടെയും വാല്യൂ കിട്ടി. അത് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു. ഇൻറ്റ് സി എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതെന്തിനാണ്? എ പ്ലസ് ബി ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാനാണ്. 15 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? സിയിലാണ്. ഇനി ഞാൻ ഈ വാല്യൂ റിട്ടേൺ ചെയ്യാണ്. റിട്ടേൺ സി എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ ആൻസർ ഞാൻ റിട്ടേൺ ചെയ്യാണ്. റിട്ടേൺ ചെയ്യുന്നത് എവിടേക്കാണ്? മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്കാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഇൻറ്റീജർ ടൈപ്പ് വാല്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഫംഗ്ഷന് റിട്ടേൺ ടൈപ്പ് ഇവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്? ഇൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി റിട്ടേൺ സി എന്ന് പറയുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു? ഈ സിയുടെ വാല്യൂ 15 എന്നുള്ളത് തിരിച്ച് എവിടേക്ക് കൊണ്ടുപോകുന്നു? ഇവിടേക്ക് കൊണ്ടുപോയിട്ട് അത് ഇവിടെ സി ഔട്ട് എസ് എന്ന് പറയുമ്പോൾ ആ 15 എന്നുള്ള വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി ടീച്ചർ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം കമ്പൈലർ ഈ ലൈൻ വായിച്ചു, അത് ഞാൻ ഈ ലൈൻ വായിച്ചു, ഈ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ളത് കമ്പൈലറെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ വരി വായിച്ചത്. അപ്പോൾ കമ്പൈലർക്ക് മനസ്സിലായി ഈ പ്രോഗ്രാമിൽ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ടെന്ന്, സം1 എന്ന് പറയുന്ന മറ്റൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി അതിനുശേഷം ഉടനെ തന്നെ കമ്പൈലർ പിന്നെ പോകുന്നത് ഇവിടേക്കാണ്. എവിടേക്ക്? ഇൻറ്റ് മെയിൻ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. ഇൻറ്റ് മെയിൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി. ഇപ്പോൾ ഇവിടെ ഇൻറ്റ് എ കോമ ബി കോമ എസ് എന്നുള്ള വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചു. അപ്പോഴാണ് കമ്പൈലർ ഇവിടേക്ക് പോകുന്നത്. ഇവിടേക്ക് പോയിട്ട് ഈ ലൈൻ വായിച്ചു. അത് കഴിഞ്ഞാൽ ഇവിടെ ഹായ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ ചെയ്യുന്നു. അതാണ് ഇവിടെ ഹായ് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചത് എവിടേക്ക് പോകുന്നു? തിരിച്ച് ഡിസ്പ്ലേയുടെ അവിടേക്ക് പോയി. അപ്പോൾ അവിടെ ഒന്നും ഇനി ചെയ്യാനില്ല. അപ്പോൾ നെക്സ്റ്റ് ലൈനിലേക്ക് പോയി സീൻ എ സീൻ ബി ആണ്. അപ്പോൾ ഞാനിവിടെ സീൻ എ എന്ന് പറയുമ്പോൾ 10 എന്ന് കൊടുത്തു, സീൻ ബി എന്ന് പറയുമ്പോൾ 5 എന്നുള്ളത് കൊടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പൈലർ സം1 എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കുകയാണ്. വിളിക്കുന്നതോടൊപ്പം 10, 5 എന്നുള്ള വാല്യൂ, അത് 10ഉം 5 എന്നുള്ള വാല്യൂ കൊടുത്തുകൊണ്ടാണ് ഈ സം1നെ വിളിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് കമ്പൈലർ എത്തി. ഇവിടെ 10 എന്നുള്ളത് സ്റ്റോർ ചെയ്തു, ഇവിടെ 5 എന്നുള്ളത് സ്റ്റോർ ചെയ്തു, ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ ഇവിടെ ഇൻറ്റ് സി ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ 10 + 5 ചെയ്തു. 15 എന്നുള്ളത് ഏതിൽ സ്റ്റോർ ചെയ്തു? സിയിൽ സ്റ്റോർ ചെയ്തു. റിട്ടേൺ സി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 15 എന്നുള്ളതാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ 15 എന്നുള്ളത് റിട്ടേൺ ചെയ്തിട്ട് അത് ഏതിൽ സ്റ്റോർ ചെയ്യുന്നു? എസ് എന്ന് പറയുന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അതിന് ശേഷം സി ഔട്ട് എസ് എന്ന് പറയുന്ന ലൈൻ വായിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ഡിസ്പ്ലേ ചെയ്യും? 15 എന്നുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് യൂസർ ഡിഫൈൻഡ്, 2 യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ടീച്ചർ എഴുതി കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 2 യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. ആദ്യത്തെ ഫംഗ്ഷനാണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്, അതിലിവിടെ ഒരു വാല്യൂം റിട്ടേൺ ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഏതെന്ന് പറയുന്നത്? സം1 എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇതിൽ റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് ആണ്. അതായത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ഒരു ഇൻറ്റീജർ വാല്യൂ ആയതുകൊണ്ടാണ് ഇവിടെ ഇൻറ്റ് എന്ന് പറയുന്ന റിട്ടേൺ ടൈപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ 2 പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ 2 വേരിയബിൾസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, 2 ആർഗ്യുമെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ആ ആർഗ്യുമെൻറ്റ്സ് ആണ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. ഇനി മറ്റ് തരത്തിലുള്ള യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു.